നമസ്കാരം, ഞാൻ ഡോക്ടർ റീൻല മേരി ജോബ്സൺ. നമ്മൾ എപ്പോഴും ഭക്ഷണങ്ങൾ എടുക്കുമ്പോൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം മാക്സിമം കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നവരാണ്. കറക്റ്റ് ആയിട്ടുള്ള വിറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളൊക്കെ ശരീരത്തിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഭക്ഷണം എടുക്കാറ്. പക്ഷെ പല സാഹചര്യങ്ങൾ കാരണം നമുക്ക് അത് ലഭിക്കാറില്ല, ആ ഒരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റാറില്ല. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിൽ പലപ്പോഴും എടുക്കുന്ന ഒരു കാര്യമാണ് സപ്ലിമെന്റ്സ്. ഈ സപ്ലിമെന്റ്സ് കറക്റ്റായിട്ട് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ മൂലം എടുക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ സ്വയമേ കാര്യങ്ങൾ നോക്കി ഒരു ഫാർമസിയിൽ പോയിട്ട് സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുന്നവരുണ്ടാകാം. അപ്പോൾ അതൊന്ന് ആലോചിക്കുക, കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, നല്ലതിനാണോ അത് ചെയ്യുന്നത് എന്നുള്ളത്. എപ്പോഴും ഒരു സപ്ലിമെന്റ്സ് കാര്യങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് കറക്റ്റ് ഡോസേജ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പലപ്പോഴും അത് കാണാറില്ല, സ്വയമേ സ്വന്തം ഇഷ്ടത്തിന് സപ്ലിമെന്റ്സ് മേടിച്ച് കഴിക്കുന്നവരെ ഒരുപാട് ഞാൻ എൻ്റെ ക്ലിനിക്കിലാണെങ്കിലും വരുന്ന പേഷ്യൻസിൻ്റെ ഇടയിലാണെങ്കിലും കാണാറുണ്ട്. അപ്പം അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ സപ്ലിമെന്റ്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് സപ്ലിമെന്റ്സ് എടുക്കണം, ഏതൊക്കെ സപ്ലിമെന്റ്സ് ആണ് എടുക്കേണ്ടത്, ഇനി സപ്ലിമെന്റ്സ് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ അത് ശരീരത്തിന് എഫക്റ്റ് ചെയ്യുന്ന അതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് സപ്ലിമെന്റ്സ് എന്നുള്ളത് നോക്കാം. ഈ സപ്ലിമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ ആ ഒരു ന്യൂട്രിയൻസ് കാര്യങ്ങൾ കുറച്ചും കൂടി ആഡ് ചെയ്ത രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ നോർമലി ഡയറ്റിൽ ന്യൂട്രിയൻസ് കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സപ്ലിമെന്റ്സ് ഇറക്കിയിരിക്കുന്നത്. ഇത് പല രൂപത്തിൽ കിട്ടും, ക്യാപ്സ്യൂളായിട്ട് കിട്ടും, ടാബ്ലറ്റ് ആയിട്ട് കിട്ടും, ലിക്വിഡ് ഫോർമേഷനിൽ കിട്ടും, ജെല്ലായിട്ട് കിട്ടും, എഫ്ലൂസൻ ക്യാപ്സ്യൂളായിട്ടും കിട്ടും. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ എഫ്ലൂസൻ ക്യാപ്സ്യൂൾ എടുക്കാനാട്ടോ. അതാകുമ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ പതിഞ്ഞ് വരും, കുടിക്കാനും നല്ല ടേസ്റ്റാണ്. പലപ്പോഴും ഞാൻ ടാബ്ലറ്റ് കാര്യങ്ങളൊക്കെ മറന്നു പോകാറുണ്ട്, ചിലപ്പോൾ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ വിട്ടുപോകും, എനിക്ക് അത്ര അങ്ങോട്ട് താല്പര്യമില്ല. അപ്പോൾ കൂടുതൽ ഈ ഒരു കാര്യമാകുമ്പോൾ എനിക്കത് കുടിക്കാനായിട്ടുള്ള ആ ഒരു രസമായ കാരണം ഞാനത് ഡെയിലി എന്നുള്ള രീതിയിൽ മറക്കാണ്ട് എടുക്കാറുണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി അതായിരിക്കും നല്ലത്, അവർ അത് കുടിക്കാനായിട്ടും എളുപ്പമായിരിക്കും, ടേസ്റ്റിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഈ ഒരു രൂപത്തിലൊക്കെയാണ് നമുക്ക് സപ്ലിമെന്റ്സ് കിട്ടല്. ഇനി എന്തൊക്കെയാണ് ഈ സപ്ലിമെന്റ്സിൽ അടങ്ങിയിട്ടുള്ളത്? പൊതുവേ നമുക്ക് വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ ഹെർബൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സപ്ലിമെന്റ്സിൽ അടങ്ങിയിട്ടുള്ളത്. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ട അവസ്ഥയിലോട്ട് പോകുന്നത്? അതിൽ ഫസ്റ്റ് തന്നെ എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു വിറ്റമിൻസ് അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഈ സപ്ലിമെന്റ്സ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പലപ്പോഴും കാൽസ്യം, പല കണ്ടീഷനുകൾക്കും നമുക്ക് കാൽസ്യം ആവശ്യമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഈ ഒരു പേഷ്യൻസിന് അവരുടെ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് അത് കുറവാണെങ്കിൽ നമ്മൾ പൊതുവെ ഈ ഒരു സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. കൂടുതലും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഭക്ഷണത്തിലൂടെ തന്നെ മാക്സിമം എടുക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. പക്ഷെ പല കണ്ടീഷനിലും പേഷ്യൻസിന് അത് വളരെ കുറവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ നല്ലൊരു പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് ഈ സപ്ലിമെന്റ്സ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് സപ്ലിമെന്റ്സ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നിരുന്ന സമയത്ത്, അതായത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഹോസ്റ്റലായിരുന്നു. ആ സമയത്ത് കറക്റ്റായിട്ടുള്ള ഭക്ഷണങ്ങളോ കാര്യങ്ങളോ ഒന്നും റൂട്ടീനും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് ബെസ്റ്റായിട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് കുറച്ച് ദിവസമായിട്ട് പുറം വേദന വന്നപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. എന്നാലും ഞാനൊരു ഡോക്ടറുടെ അടുത്ത് പോയി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വിറ്റമിൻ ഡി എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ എനിക്ക് വിറ്റമിൻ ഡി വളരെയധികം കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ വിറ്റമിൻ ഡി എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പ്രിസ്ക്രിപ്ഷൻ തന്നു, ഞാൻ അതിനനുസരിച്ച് മേടിച്ചു. വിറ്റമിൻ ഡിയുടെ കൂടെ തന്നെ ഞാൻ കാൽസ്യം കാര്യങ്ങളൊക്കെ കഴിച്ചിരുന്നു. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ഫുഡിലൂടെ നോക്കാനായിട്ടോ അല്ലെങ്കിൽ വെയിൽ കൊള്ളണ്ടോ ടൈമൊന്നും എനിക്ക് അങ്ങനെ കിട്ടിയിരുന്നില്ല. അപ്പോൾ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ആ ഒരു സപ്ലിമെന്റ്സ് ആവശ്യമായിരുന്നു. പിന്നെ ഞാൻ വിറ്റമിൻ ഡി നോർമൽ ആയതിനു ശേഷം ടെസ്റ്റ് ഒക്കെ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ വിറ്റമിൻ ഡി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് എൻ്റെ മാരേജ് ടൈമിൽ നമുക്ക് അധികം ആ ഒരു സമയത്ത് വെയിലത്ത് ഒന്നും ഇറങ്ങാനായിട്ട് പറ്റില്ല. അപ്പം നമ്മുടെ കരുവാളിപ്പ്, മുഖത്തിന് കരുവാളിപ്പൊക്കെ ഉണ്ടാകും, പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ വെയിലത്ത് പൊതുവെ ഇറങ്ങാറില്ല. അപ്പം അന്ന് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് വിറ്റമിൻ ഡി കുറവാണെന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ ടെസ്റ്റ് ചെയ്തു, അപ്പോൾ വിറ്റമിൻ ഡി കുറവായിരുന്നു. ആ സാഹചര്യത്തിലും ഞാൻ വിറ്റമിൻ ഡി ടാബ്ലറ്റുകൾ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ അടുത്തോട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിലും പലർക്കും ഈ വിറ്റമിൻ ഡിയുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. ഇപ്പോൾ എൻ്റെ പേഷ്യൻസിലാണെങ്കിൽ തന്നെ
കൂടുതൽ ഈ സ്കോട്ട്ലാൻഡ്, കാനഡ, ജർമ്മനി ഭാഗത്തുള്ള പേഷ്യൻസിന് നല്ലപോലെ വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടാകും. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ അവിടെ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത് അത്രയ്ക്ക് അങ്ങോട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ ആ പേഷ്യൻസിന് ഞാൻ പൊതുവെ വിറ്റമിൻ ഡി കൊടുക്കാറുണ്ട്, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ വിറ്റമിൻ ഡി പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണെങ്കിലും ഇത് ഡ്രഗ് കാറ്റഗറിയിലും ഉണ്ട്, അതുപോലെ തന്നെ സപ്ലിമെന്റ് കാറ്റഗറിയിലും ഉണ്ട്. അപ്പൊ അത് ഒരു സപ്ലിമെന്റ് കാറ്റഗറിയിലുള്ളത് ഞാൻ കൂടുതലും പറയാറുണ്ട്. ഇപ്പൊ എൻ്റെ ഈ വീഡിയോ കാണുന്നതിൽ എൻ്റെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്കും കൃത്യമായിട്ട് അറിയാം. പൊതുവെ ഒരു വെയിൽ കൊള്ളാൻ പറ്റുന്ന സാഹചര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഞാൻ ഫസ്റ്റ് തന്നെ പറയാറ് മാക്സിമം വെയിൽ കൊണ്ട് ആ ഒരു വിറ്റമിൻ ഡി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പലർക്കും അങ്ങനെ പറ്റാത്ത കാരണം നമുക്ക് സപ്ലിമെന്റ്സ് പറയേണ്ടി വരാറുണ്ട്. കാരണം വേറെ വഴിയില്ല. നമുക്ക് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ കിട്ടുന്നതിനേക്കാളും വളരെ നല്ല സോഴ്സാണ് സൂര്യപ്രകാശം. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്ക് അത് കുറച്ചുകൂടി കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വിറ്റമിൻ ഡി പറയാറുണ്ട്. പിന്നെ വരുന്ന സാഹചര്യമാണ് നമുക്ക് പല അസുഖങ്ങളും, അതായത് ഡെഫിഷ്യൻസി കാരണം പല വിറ്റമിൻസുകളായിരിക്കാം, മിനറൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് വേണ്ടതിനേക്കാളും വളരെയധികം കുറവാണെങ്കിൽ നമുക്ക് സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരാറുണ്ട്. അതിൽ പെട്ടതാണ് ഈ അനീമിയ, അതായത് രക്തക്കുറവ് കാര്യങ്ങളൊക്കെ. ഈ ഹീമോഗ്ലോബിന്റെ അളവ് വളരെയധികം കുറവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ അയൺ കാര്യങ്ങളൊക്കെ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടി വരും. അതാണെങ്കിലും മാക്സിമം ഫുഡിൽ കൂടെ തന്നെ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. പക്ഷെ പല പേഷ്യൻസിനും പെട്ടെന്നൊരു ആ ഒരു സിംറ്റംസ് കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടിയിട്ട് നമുക്ക് അവർ തന്നെ പറയാറുണ്ട് സപ്ലിമെന്റ്സ് തന്നോളൂ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് സപ്ലിമെന്റ്സ് കൊടുക്കാം. പിന്നെ വരുന്ന ഒരു സാഹചര്യമാണ് പ്രഗ്നൻസി ടൈമിൽ. പ്രഗ്നൻസി ടൈമിൽ പല സ്ത്രീകൾക്കും സപ്ലിമെന്റ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. കാരണം ആ സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നോർമലി സപ്ലിമെന്റ്സിന്റെ അതായത് വിറ്റമിൻസ്, മിനറൽസ് കാര്യങ്ങളുടെ അളവിനേക്കാളും വളരെയധികം കൂടുതൽ വേണ്ട ഒരു ടൈമും കൂടിയാണ്. അപ്പൊ കുട്ടിയുടെ ഹെൽത്തിനാണെങ്കിലും ഈ ലേഡിയുടെ ഹെൽപ്പിന് വേണ്ടിയിട്ടും നമ്മൾ സപ്ലിമെന്റ്സ് കാര്യങ്ങൾ, ഇപ്പൊ മെയിൻ ആയിട്ട് ഈ അയൺ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് ശ്രമിക്കുന്നവരിലും ഈ ഫോലിക് ആസിഡ് കാര്യങ്ങളൊക്കെ കൂടുതലും നമ്മൾ കൊടുക്കേണ്ടി വരാറുണ്ട്. മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് കിട്ടുമെങ്കിലും ചിലപ്പോൾ പല പേഷ്യൻസിനും അങ്ങനെ ആ ഒരു കറക്റ്റായിട്ട് ചിലപ്പോൾ അബ്സോർപ്ഷൻ നടക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ അത് ഒട്ടും തന്നെ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ ഫോലിക് ആസിഡ് കാര്യങ്ങളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരാറുണ്ട്. ആ സമയത്ത് എന്നൊക്കെ പറയുന്ന സപ്ലിമെന്റ്സ് നമുക്ക് എന്തായാലും കൊടുത്തേ പറ്റും, കാരണം വേറെ വഴിയില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ചുകൂടി സ്ത്രീകളിൽ മെനോപോസ് ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ ഈ കാൽസ്യം അബ്സോർപ്ഷൻ നന്നായിട്ട് കുറയാറുണ്ട്. പിന്നെ ഈ പ്രായമായി വരും തോറും ഈ വിറ്റമിൻ ഡിയുടെ കുറവ്, കാൽസ്യത്തിന്റെ കുറവ്, B12 കുറവ് കാരണമൊക്കെ നമുക്ക് ഈ സപ്ലിമെന്റ്സ് കൊടുക്കേണ്ടി വരാം. പിന്നെ വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഡയറ്റ് രീതി. ഇപ്പൊ എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആവണമെന്നില്ല. പലരും വെജിറ്റേറിയൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീഗൻ ആയിരിക്കാം, ഇനി ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് നടത്തുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ കൂടുതലും ഒരു ഡെഫിഷ്യൻസി വരുന്ന വിറ്റമിൻസ് ആണ് ഈ അയൺ കാര്യങ്ങളും അതുപോലെ തന്നെ വിറ്റമിൻ B12. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസിനും നമുക്ക് ചിലപ്പോൾ സപ്ലിമെന്റ്സ് പറയേണ്ടി വരും. കാരണം അവർക്ക് ആ ഒരു ഫുഡ് സോഴ്സ് ഇല്ല. കൂടുതലും ഈ നോൺ വെജ് ആയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വിറ്റമിൻസ് ഉണ്ട്. നല്ല ബെസ്റ്റ് സോഴ്സ് നോൺ വെജ് ഭക്ഷണങ്ങളാണെങ്കിൽ അവർക്ക് അത് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിലും ഇവർ സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരും. പിന്നെ കുറച്ചും കൂടി ഈ അത്ലറ്റിക് ആക്ടിവിറ്റീസ് ഉള്ളവര്, അപ്പൊ അവരുടെ ശരീരത്തെ കുറച്ചും കൂടി വേണ്ട ഒരു കാര്യമാണ് ഈ പ്രോട്ടീൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ അമിനോ ആസിഡ്സും. അപ്പൊ അവരുടെ ആ ഒരു ഹെൽത്ത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ അവർക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ടും കാര്യങ്ങൾക്ക് ഇത് ആവശ്യമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്കും ഇത് ചിലപ്പോൾ എടുക്കേണ്ട അവസ്ഥ വരാറുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങളുടെ സുഹൃത്തുക്കൾ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഈ 4 നേരം പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. കറക്റ്റ് ആയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി ഇത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമാണോ, എന്തൊക്കെ ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കണം, എത്രത്തോളം ഡോസേജിൽ നിങ്ങൾ ഇത് കഴിക്കണം എന്ന് ചോദിച്ച് മാത്രം എടുക്കുക. ഓരോരുത്തർ പറഞ്ഞത് കേട്ട് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ എൻ്റെ അടുത്തോട്ട് വരുന്ന പേഷ്യൻസിൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും ഒരു കൺസൾട്ടേഷൻ ടൈമിൽ അവരുടെ ഹിസ്റ്ററി എടുക്കുന്ന ടൈമിൽ ഇവർ പറയുന്നതാണ്, ഞാൻ വർഷങ്ങളായിട്ട് ഒമേഗ 3 കഴിക്കുന്നവരാണ്, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് ഞാൻ വിറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ ചോദിക്കും എന്തിനാണ് ഇത്രത്തോളം കഴിക്കുന്നത്, ആര് പറഞ്ഞിട്ടാണ് ഇത് കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഇത് നല്ലതാണ് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ട് എടുക്കുന്നവരുണ്ടാവും. യൂട്യൂബിൽ ഒരിക്കലും ഡോക്ടേഴ്സ് ഇത് എടുക്കാനോ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. അവരൊരു അവയർനെസ് കാര്യങ്ങൾ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പല വീഡിയോസും ഇടുന്നത്. ഒരിക്കലും ഡോക്ടേഴ്സ് യൂട്യൂബ് വീഡിയോയിൽ ഇത് നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിക്കുന്നില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം വീഡിയോസ് ഇടുമ്പോൾ നല്ലത് എന്താണ്, മോശം എന്താണ് എന്നുള്ള രീതിയിലാണ് ഒരു അവയർനെസ് ആണ് ഇടുന്നത്. അപ്പോൾ സ്വയമേ അവർ വിചാരിച്ച് എടുക്കുന്നതായിരിക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും തന്നെ നല്ലതല്ല. എപ്പോഴും ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് എത്രത്തോളം ഡോസേജിലാണ് കഴിക്കേണ്ടത് എന്നുള്ളത് എപ്പോഴും നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇപ്പം എൻ്റെ അടുത്തോട്ട് വരുന്ന പല പേഷ്യൻസും ചിലപ്പം പല സപ്ലിമെന്റ്സ് ഹൈ ഡോസേജ് രീതിയിലൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം അങ്ങനെ കഴിച്ച് അതും
മാസങ്ങളോളം കഴിച്ചു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ട്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ മാസങ്ങളോളം കഴിച്ചു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഒരു ശരീരത്തെ ഒരു ടോക്സിസിറ്റിയിലോട്ടും കാരണമാകുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കും. പിന്നെ സപ്ലിമെന്റ്സ് എടുക്കേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് പല അസുഖങ്ങൾ കാരണം ഇപ്പൊ ഈ എല്ലുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലുകളുടെ ബലക്കുറവ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഈ കാൽസ്യം കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെഫിഷ്യൻസി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഡെഫിഷ്യൻസി കാരണം നമുക്ക് ഈ സപ്ലിമെന്റ്സ് എടുക്കേണ്ടി വരാറുണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ട് ഈ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള കാര്യങ്ങളും പലപ്പോഴും നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സപ്ലിമെന്റ്സ് എടുക്കേണ്ട കുറച്ച് സാഹചര്യങ്ങൾ. ഈ ഒരു സാഹചര്യം നിങ്ങൾക്ക് ആ ഒരു സിംറ്റംസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും സ്വയം ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കരുത്. ഇനി സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം? ഒന്നെന്ന് പറയുന്നത് ക്വാളിറ്റി കാര്യങ്ങൾ, അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു ഡോസേജ് നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് നോക്കിയേ പറ്റൂ. ഇപ്പൊ പലപ്പോഴും ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് കഴിക്കുന്ന സപ്ലിമെന്റ്സുകളാണ് ഈ ബയോട്ടിൻ, ഒമേഗ 3, ഈ സ്കിന്നിന്റെ ആണെങ്കിൽ ഹെയറിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ പൊതുവെ മാർക്കറ്റിൽ പോയിട്ട് തന്നെ ഈ ബ്രാൻഡുകൾ ചോദിച്ച് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒട്ടും തന്നെ നല്ലതല്ല. അത് കറക്റ്റ് ആയിട്ടുള്ള ബ്രാൻഡുകൾ ഏതൊക്കെയാണ്, എത്രയാണ് അതിന്റെ സേഫ് ആയിട്ടുള്ള ഒരു ഡോസേജ്, കൂടുതലും ഇത് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് കഴിക്കുന്ന സപ്ലിമെന്റ്സിലാണ് ഇത് ധാരാളമായിട്ട് കാണുന്നത്. എല്ലാ ബ്രാൻഡുകളും ക്വാളിറ്റി നന്നായിട്ട് നോക്കുന്ന ബ്രാൻഡുകളാകണം എന്നില്ല. അതുപോലെ തന്നെ എല്ലാ ബ്രാൻഡുകളും ലൈസൻസ്ഡ് ആയിട്ടുള്ളതും ആയിരിക്കില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ആ ലൈസൻസ് ഉള്ള ബ്രാൻഡുകളൊക്കെ ആണെങ്കിൽ അത് ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് കുറച്ചും കൂടി അറിയുന്നുണ്ടാകും. അപ്പൊ അവർ അതിനനുസരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു. പിന്നെ പലപ്പോഴും നിങ്ങൾ കഴിക്കുന്ന മെഡിസിൻസിനെ ആയിട്ട് ഇത് സൈഡ് എഫക്റ്റുകൾ വരാനായിട്ടുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഏതൊക്കെ മെഡിസിൻസ് എടുക്കുന്നുണ്ട്, ആ മെഡിസിനുമായിട്ട് ഈ സപ്ലിമെന്റ്സുകൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കില്ല, ഒരു അലർജിക് റിയാക്ഷനിലോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കേണ്ട ടൈമിങ്ങുകൾ, പല സപ്ലിമെന്റ്സുകളും നമ്മൾ ഫുഡിന്റെ കൂടെ എടുക്കേണ്ടി വരും, ചിലത് അതിന് ശേഷം എടുക്കേണ്ടി വരും. കറക്റ്റായിട്ട് അബ്സോർപ്ഷൻ നടക്കാനായിട്ട് നമ്മൾ ആ ഒരു കാര്യം കൂടി നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് ചോദിച്ച് ഡോക്ടർ പറയുന്ന രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ എന്തിനൊക്കെ സപ്ലിമെന്റ്സ് എടുക്കണം, എത്രത്തോളം സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി സപ്ലിമെന്റ്സ് എടുക്കേണ്ട കാര്യങ്ങൾ ചോദിക്കണം എന്ന് പറയുന്നതെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. അപ്പൊ ഇതുപോലെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇൻല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.